السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق، والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق، ونورا به الاقتداء يليق، وعلى آله وأصحابه الذين هم نجوم الهدى وقبلة الأمم. اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. صدق الله العظيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. بسم الله الرحمن الرحيم. ادخلوا في السلم كافة. بسم الله الرحمن الرحيم. لا تبديل لسنة الله. صدق الله مولانا العظيم. والله في عون العبد ما كان العبد في عون أخيه كما قال رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ സ്നേഹ സാന്ത്വനം ഈ പരിപാടിയുടെ സ്നേഹസാന്ത്വനം സംഘടിപ്പിച്ചിട്ടുള്ള പുതുവർഷ പുലരിയുടെ ആഘോഷത്തെ സംബന്ധിച്ച് വിശകലനം ചെയ്യാനും വേണ്ടി സമ്മേളിച്ചിട്ടുള്ള ഈ വേദിയിലേക്ക് ആദ്യമായി എന്നെ ക്ഷണിക്കപ്പെട്ടതിൽ നിങ്ങളോട് അതിയായ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അതോടൊപ്പം ഈ മേഖലയിൽ, അതായത് ദീനി ദഅവത്തിന്റെ പാതയിൽ തന്നെ വളരെയധികം ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നതിൽ അതിനുമപ്പുറം സന്തോഷമുണ്ട്. ഇവിടെ ഈ യോഗത്തില് പ്രാർത്ഥന നിർവഹിച്ച മഹാവ്യക്തിത്വം അബൂ ഷിഫാസ്ക ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ദുആ നിർവഹിച്ച ജാഷിർക്ക ആയിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ സ്വാഗതം അരുളിയ എന്റെ അടുത്ത സുഹൃത്തും പലപ്പോഴും ബന്ധപ്പെടുന്ന ഒരു സഹോദരനും കൂടിയാണ് റസാഖ് സാഹിബ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഉംറ നിർവഹിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും സംസാരിക്കുന്ന അബ്ദുൽ ലത്തീഫ് മദീന, അതുപോലെ തന്നെ ബഷീർ സാഹിബ്, നജിബുദ്ദീൻ സാഹിബ്, അങ്ങനെ പേര് പറയാത്ത ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആദരവുകൾ നിറഞ്ഞ ഉമറാക്കള് ഇതിനകത്തുണ്ട്. എല്ലാവരെയും ആദരപൂർവം കാണുന്നു. ഈ മഹത്തായ ഈ സംരംഭം ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിക്കാനും ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് തന്ന അള്ളാഹുവിനെ ആദ്യമായിട്ട് നമുക്ക് സ്തുതിക്കാം. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ആദ്യ വാക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ്, മറിച്ച് അല്ല. ഇവിടെ 1, 2, 3 കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ളൂ. ആ വാക്കുകൾ മുഴുവനും നിങ്ങളുടെ മനസ്സിനോടാണ്.
കാരണം നമ്മുടെ മനസ്സാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും അതിന്റെ മർക്കസ്, അതിന്റെ കേന്ദ്രം. അതുകൊണ്ട് തന്നെ അത് ആ മനസ്സിൽ തട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ അവിടെ മറ്റൊരു ചിന്തക്ക് അവിടെ സ്ഥാനമില്ല, ഒരഭിപ്രായ പ്രകടനത്തിന് സ്ഥാനമില്ല. അതവിടെ ഉറച്ചു നിൽക്കുകയാണ്. അത് നമ്മുടെ ഈമാനുമായിട്ട് ലയിക്കുകയാണ്. യഥാർത്ഥത്തില് 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഇതുപോലൊരു ദിവസം അവിടെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ലോകം മുഴുവനും എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. അള്ളാഹുവിന്റെ ഈ ഭൂമി ലോകം, അള്ളാഹു പടച്ച ഈ ലോകം, ഈ ലോകത്ത് നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ഒരു തത്വസംഹിത നമുക്ക് പഠിപ്പിച്ചു തന്ന, ലോകത്തിന് വെളിച്ചം വീശിയ പ്രപഞ്ചനാഥൻ, പ്രപഞ്ച നേതാവായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് ലോകത്തിന്റെ നേതാവ് നബിയുന വശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലുള്ള ഒരു പ്രസംഗം ഭൂമിലോകത്ത് ഇന്നേ വരെ ആർക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞിട്ടുമില്ല, ഇനി കഴിയുകയുമില്ല. അതാണ് അതിന്റെ സത്യാവസ്ഥ. അത്രക്കും കാര്യഗൗരവമുള്ള ഒരു വിഷയം പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹജ്ജത്തുൽ വിദാഇൽ ഈ ലോകത്തോട് പറയുകയുണ്ടായി. എന്നും ആ പ്രഭാഷണത്തെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രഭാഷണത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ആ പ്രഭാഷണത്തിൽ പ്രവാചകൻ ഉന്നയിച്ചിട്ടുള്ള, ആ പ്രവാചകൻ ഈ ഭൂമി ലോകത്തുള്ള സമൂഹത്തോട് ആജ്ഞാപിച്ചിട്ടുള്ള ആ സത്യസന്ദേശം അത് എവിടെയും അടിവരയിട്ടുകൊണ്ട് സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടാൻ മാത്രം അല്ല, അതിന്റെയും അപ്പുറത്ത് തിളക്കമാർന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു കിതാബ് പഠിക്കുന്ന മുതഅല്ലിമിന് മനസ്സിലാക്കാൻ സാധിക്കും, ദീനി ദഅവത്തിന് ഇറങ്ങുന്ന ഒരു പ്രഭാഷകന് മനസ്സിലാക്കാൻ സാധിക്കും, അള്ളാഹുവിന്റെ ദീനിനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുദരിസിന് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കും സാധിക്കാത്തൊരു സത്യമല്ല അത്. എന്താണ് പറഞ്ഞു വന്നത്? ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഖുർആനാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ആ ഖുർആൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ള ഒരൊറ്റ സംവിധാനത്തിനും അതിന്റെ ഒരു മറുപുറമുണ്ട് എന്ന് പറയാൻ ഈ പറയുന്ന, ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഈ ടൈം വരെ ഭൂമി ലോകത്ത് ഒരാൾക്കും സാധ്യമായിട്ടില്ല, അത് സാധിക്കുകയുമില്ല. ആ ഒരു സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചവരാണ് മുസ്ലിങ്ങൾ നാം എല്ലാവരും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ എവിടെയാണ് നിൽക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതിന്റെ അർത്ഥം അറിയാത്ത ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിയും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സത്യം. എങ്കിൽ എന്താണ് ആ വിശ്വാസത്തിന്റെ ആ വിശ്വാസം നമ്മളെ സിരകളിലൂടെ ഒഴുക്കാൻ വേണ്ടി നാം ഉച്ചരിച്ച വചനം എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിലും അവന്റെ പ്രവാചകനും സാക്ഷീകരിക്കുന്നു എന്ന് പറയുന്നു. എങ്കിൽ ബാലപാഠ വിദ്യാഭ്യാസത്തിന്റെ അഖീദയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പിഞ്ചു പൈതങ്ങൾക്ക് വരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു തത്വസംഹിതയുണ്ട്. എന്താണെന്നറിയുമോ? എന്താണ് ഈ പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അയ്യുബയ്യന ലിഗൈരിഹി എന്നാണ്. മറ്റുള്ളവർക്ക് നീ വ്യക്തമാക്കി കൊടുക്കലാണ്. വളരെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ. നാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിൽ നാം വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിശ്വസിച്ചതിന്റെ വിശ്വാസത്തിന്റെ അസർ, അതിന്റെ അടയാളം
നമ്മെ കാണുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ നമ്മെ പോലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണം. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യതയും ആ വിശ്വാസവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടിയിരിക്കുന്നു, കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരൊറ്റ സെക്കൻഡ് എങ്ങാനും നമ്മുടെ ജീവിതത്തിന്റെ ആ ചലനം നടന്നുകൊണ്ടിരിക്കുന്ന ആ ശ്വാസോച്ഛ്വാസം ഒന്ന് നിലച്ചു പോയാൽ നമ്മുടെ പേര് മാറിപ്പോയി. ആ ശ്വാസോച്ഛ്വാസം നടക്കുന്ന ആ സംവിധാനത്തെ തന്നെ ചിന്തിച്ചാൽ നമുക്ക് നമ്മെ പടച്ച അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കും. ആ അള്ളാഹുവിലാണ് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്നും പുണ്യ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് എന്നും നാം സാക്ഷീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സാക്ഷീകരണത്തിന്റെ അടയാളങ്ങൾ നമ്മളിൽ നിന്നും വ്യക്തമാവേണ്ടിയിരിക്കുന്നു. ആ വ്യക്തമാകാനും വേണ്ടി ആ വ്യക്തമാക്കാനുള്ള രീതി തുടർന്നുകൊണ്ട് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഓരോ ദിവസവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലയോട് നാം ദുആ ചെയ്യുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്നാണ്. ഇവിടെ നിസ്കാരം നാം നിർവഹിക്കുന്നു, മറ്റുള്ള അമലുകൾ നാം ചെയ്യുന്നു. നാം അള്ളാഹുവിനോട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണമെന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന ഫലവത്തായെങ്കിൽ തന്നെ നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണല്ലോ സത്യാവസ്ഥ. ഇങ്ങനെ ഇരിക്കുമ്പോൾ നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് നാം ദുആ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ചിന്തിക്കാനുണ്ട്. അതിന്റെ ശേഷം നാം പറയുന്നത് എന്താണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഈ വോയിസ് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ബുദ്ധി തുറന്നു വെച്ചുകൊണ്ട്, മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്നറിയുമോ? നാം ഇവിടെ പറയുന്ന വാക്കെന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹം ചെയ്തതായ ആളുകളുടെ വഴിയാണ്. പിന്നെ ഏതല്ല? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, പിഴച്ചവരുടെ വഴിയല്ല. അതുപോലെ തന്നെ നീ ദേഷ്യം വെക്കപ്പെട്ടവരുടെ വഴിയല്ല. അവരുടെ വഴി എന്ന് പറഞ്ഞാൽ അത് യഹൂദികളുടെയും നസ്രാക്കളുടെയും വഴിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ ചായ്വ് പ്രകടിപ്പിക്കുന്നെങ്കിൽ അവരുടെ ആചാരത്തിലേക്കും അവരുടെ ആശയത്തിലേക്കും നിങ്ങൾ ചെന്ന് പറ്റിയാലല്ലാതെ അവർ നിങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ആ തൃപ്തിപ്പെടുന്ന ഒരു രീതി ഇന്ന് നമ്മളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം വളരെ വ്യക്തമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന്. നമുക്ക് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീമാണ് വേണ്ടത്. അത് അള്ളാഹുവിന്റെ അംബിയാക്കൾ കാണിച്ചു തന്ന വഴിയാണ്. അള്ളാഹുവിന്റെ അംബിയാക്കളെ കണ്ട് പഠിച്ചിട്ടുള്ള അവരുടെ പിൻഗാമികൾ കാണിച്ചു തന്ന വഴിയാണ്. മഹത്തുക്കളായ സ്വഹാബാ കിറാമിന്റെ വഴിയാണ്, താബിഈന്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിനെ നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഉലമാക്കളും ഔലിയാക്കളുമായ ആളുകളുടെ വഴിയാണ്. ആ വഴിയിലേക്കാണ് നാം ചലിക്കേണ്ടതും പ്രവേശിക്കേണ്ടതും എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ഏത് വഴിയല്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ആണയിട്ടുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ദേഷ്യം വെക്കപ്പെട്ടവരുടെ വഴിയല്ല, അതുപോലെ തന്നെ പിഴച്ചവരുടെ വഴിയുമല്ല എന്ന്. എന്നാൽ നിന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ഈ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അംഗീകരിക്കപ്പെടാത്ത വിഷയങ്ങൾ അത് സ്വീകരിക്കുകയും അത് പ്രവർത്തിക്കുകയും അതിലേക്ക് ജനങ്ങളെ വലിച്ചിഴക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ചിന്തിക്കൂ എന്റെ സഹോദരന്മാരെ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. എന്നീ യശാ നിസ്കാരത്തിന് ഞാനും നിങ്ങൾ ഓതിയില്ലേ? ഇനിതാ സുബഹ നിസ്കാരത്തിന് ഓതാൻ പോകുന്നു, ളുഹർ നിസ്കാരത്തിന് ഓതാൻ പോകുന്നു. ഇതൊക്കെ ഓതിയിട്ടും പിന്നെയും സംശയങ്ങളോ മറ്റോ ബാക്കി വെച്ചുകൊണ്ട് എന്താണ് അതിലുണ്ടാകാൻ പോകുന്നത്? ഇത് തന്നെയാണ്. ആലോചിച്ചു നോക്ക്.
ചിന്തിച്ചു നോക്കണം നാം. എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? പിടച്ചവരും അതുപോലെ തന്നെ അള്ളാഹു ദേഷ്യപ്പെട്ടവരുമായ ആളുകൾ കാണിച്ചു തരുന്ന, അവർ ഒരുക്കി തരുന്ന കാര്യങ്ങളിലേക്ക് നാം ചിന്തിക്കാതെ ഗാഫിലീങ്ങളായി അശ്രദ്ധരായിട്ട് കടന്നു പോകുന്ന ഒരു ചുറ്റുപാട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള സത്യം എന്താണ് നാം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ള സത്യം എന്താണ്? ഉദ്ഖുലൂ ഫിസ്സൽമി കാഫ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കേണ്ടത് കാഫ, കൂട്ടമായിട്ട് എന്ന് പറഞ്ഞാൽ സകല വിധേനയും എന്നാണ്. ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നു, നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മറ്റു ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എന്നാൽ ഉദ്ഖുലൂ ഫിസ്സൽമി കാഫ ആയിട്ടില്ല. നാം അങ്ങോട്ട് വെട്ടിമുറിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്നത് ഇങ്ങോട്ട് എടുക്കുകയും നമുക്ക് പറ്റാത്തത് അങ്ങോട്ട് ഒഴിവാക്കുകയും ചെയ്യുകയാണ്. ഒരേ സദസ്സ് സംഘടിപ്പിക്കുകയും അവിടെ ദീനിന്റെ പ്രഭാഷണം നടക്കുകയും അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ ഗാനമേള നടത്തുകയും ചെയ്താൽ നാം എവിടെയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ പെട്ടുപോകുന്നത്? നാം എവിടെയാണ് ഉദ്ഖുലൂ ഫിസ്സൽമി കാഫയിൽ പെട്ടുപോകുന്നത്? വളരെ ആലോചിക്കേണ്ടുന്ന വിഷയമല്ലേ? ഹക്കനെ ഹക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരന്മാർ, വളരെ ചിന്തിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ ബുദ്ധി തുറന്നു വെച്ചുകൊണ്ട് ചിന്തിക്കുക. ഉദ്ഖുലൂ ഫിസ്സൽമി കാഫ, എവിടെയാണ് പോവേണ്ടത്? ഒരു മതപഠനത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ഒരു രീതി, അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഭൗതിക പഠനത്തിന് പോകുമ്പോൾ ഒരു വേഷവിധാനം. ഉദ്ഖുലൂ ഫിസ്സൽമി കാഫ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? മദ്രസയിലേക്ക് വരുന്ന സമയത്ത് മുഖമക്കനെയും മറ്റും ധരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തല തുറന്നിടുന്നു എങ്കിൽ ഉദ്ഖുലൂ ഫിസ്സൽമി കാഫ എവിടെയാണ്? പിന്നെങ്ങനെയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ നമ്മളാകുന്നത്? എന്നിട്ട് പിന്നെങ്ങനെയാണ് നാം ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കാൻ പോകുന്നത്? ഇതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് ഇനി സമയം വൈകാൻ പറ്റില്ല. കാരണം അങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടുപ്പമായിട്ടുണ്ട്. വളരെ ചിന്തിക്കാനും വളരെ മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഉദ്ഖുലൂ ഫിസ്സൽമി കാഫ എന്നാണ്. പിന്നെയോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാം, നിങ്ങൾ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെയോ മറ്റും ചീത്ത പറയരുത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ റബ്ബിനെയാണ്, നിങ്ങളുടെ നാഥനെയാണ് ചീത്ത പറയുക. അതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കാനും മതമൈത്രിയും രാജ്യത്തിന്റെ അഖണ്ഡതയും അതുപോലെ തന്നെ സ്നേഹവും ബന്ധവും ഉണ്ടാക്കാനുള്ള ആശയം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്ന് വെച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ വഴിധാരയെ തെറ്റിപ്പിക്കുന്ന സംവിധാനങ്ങളിലേക്ക് ചലിച്ചു പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മതമൈത്രി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് അതിന്റെ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചത്. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ പിന്നിലൂടെ കൂട്ടമായി അണിനിരക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എവിടെയാണ് നാം എത്തിപ്പെട്ടിട്ടുള്ളത്? പരിശുദ്ധ ഖുർആൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ആശയങ്ങളും ആചാരങ്ങളും നടന്നുകൊണ്ടിരിക്കും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ വിപ്ലവം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ലോകത്ത് ഐക്യത്തിന്റെ സന്ദേശം മാത്രം പഠിപ്പിച്ചു തന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅതസിമു ബിഹബലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹുവിന്റെ പാതയിൽ പിൻപറ്റുക, നിങ്ങൾ ചിന്ന ഭിന്നമാവാൻ പാടില്ല എന്നാണ്. ആ സന്ദേശത്തിന്റെ അപ്പുറത്തൊരു സന്ദേശം ഭൂലോകത്ത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? മാത്രവുമല്ല, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസാചാര മൂല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സാൽഭാന്താവിലൂടെ തന്നെ വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടെ നിങ്ങൾ മുന്നോട്ട് ചലിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം അവിടെ സുരക്ഷിതമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വൽ കാഫിറൂന ബഅദുകും ഔലിയാഉ ബഅദ് ഇല്ലാ തഫഅലൂഹു തകും ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. പരിശുദ്ധ ഖുർആൻ അവിശ്വാസികളായ ആളുകൾ പരസ്പരം അന്യോന്യം സഹവർത്തത്തിലും സ്നേഹത്തിലും ബന്ധത്തിലും കൂട്ടായ്മയിലുമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുത എന്താണ്? ഇല്ലാ തഫഅലൂഹു, നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ തകും ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ഇവിടെ വലിയ ഫിത്നയും കുഴപ്പവും ഉണ്ടാവും. എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ എന്താണ്? പ്രശ്നങ്ങൾ എന്താണ്? എന്തെല്ലാം സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. നാം വസിക്കുന്ന രാജ്യത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോയി? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. നമുക്ക് ആവശ്യമില്ലതും ആവശ്യമില്ലാത്തതിലേക്കും നാം കാലെടുത്ത് വെച്ചു കൊടുക്കുകയാണ്. ഇന്ത്യ രാജ്യം ഭരിച്ച ആളുകളെ നമുക്കറിയില്ലേ? ഔറംഗസീബ് ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടില്ലേ? മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചിട്ടില്ലേ? എന്തുകൊണ്ട്? ആ കാലഘട്ടവും ഈ കാലഘട്ടവും നമുക്ക് താരതമ്യം ചെയ്ത് നോക്കിക്കൂടെ?
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം, ആ പഠിപ്പിച്ചു തന്ന ചര്യ അത് മനസ്സിലാക്കാൻ നമുക്ക് വൈകിപ്പോയി. അതാണ് സംഭവിച്ചു പോയത്. അപ്പോൾ പിന്നെയോ ഈ പറയുന്ന ആശയങ്ങളെ മനസ്സിലാക്കാതെ നാം കാണുന്നതിലേക്ക് കാലെടുത്ത് വെച്ച് പോയാൽ അപകടം തന്നെയാണ് നമ്മളിലേക്ക് കാത്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വരാനിരിക്കുന്ന 1-2 ദിവസങ്ങളിൽ നമ്മുടെ ഒരു പുതുവർഷ പുലരി എന്നും പറഞ്ഞിട്ട്, ആ വർഷത്തിന്റെ അടുക്കം എന്നും പറഞ്ഞിട്ട് എവിടെയോ ആരെയോ കെട്ടിച്ചമച്ചിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് നാം കാലെടുത്ത് വെച്ചു പോവുകയാണ്. നാം അതിൽ മിങ്കിളി ആകുകയാണ്. എവിടെയാണ് നമ്മുടെ ഈമാൻ പോകുന്നത്? ആലോചിച്ചു നോക്ക്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്യം അടിവരയിട്ടുകൊണ്ട് ശ്രദ്ധിക്കുക. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വിജയിച്ചു തീർച്ചയായിട്ടും മുഅ്മിനുകൾ എന്ന് പറഞ്ഞതാരാണ്? വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ലഗ്വിനെ തൊട്ട് അവർ തിരിഞ്ഞു കളയുന്നവരാണ് എന്നാണ്. കളിതമാശകളെ തൊട്ടും അനാവശ്യമായ സമയത്തെ വിനിയോഗിക്കുന്നതിൽ നിന്നും ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തുന്നതിൽ നിന്നും സ്വത്തിനെ ദുർവിനിയോഗം ചെയ്യുന്നതിൽ നിന്നും ഒഴിവായി ജീവിതം ധന്യമാക്കുന്നവരാണ് മുഅ്മിനുകൾ. അവരാണ് വിജയിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആൻ നമുക്ക് ആണിയിട്ടുകൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ പ്രവാചകന്റെ ചരിത്രത്തിലൂടെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ. നിങ്ങൾ എന്ത് വേണം? ലാ തഖൂലൂ റാഇന, നിങ്ങൾ റാഇന എന്നുള്ള പദം പ്രയോഗിക്കരുത്. നിങ്ങൾ ഉൻദുർന എന്നുള്ള പദം പ്രയോഗിക്കണം. ഇവിടെ ചിന്തിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ആചാരമല്ലാത്ത ആചാരങ്ങൾ വരുമ്പോൾ അതിനെ കെട്ടിപ്പുണരാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിലേക്ക് മുൻകിളിയാവാനും നാം ഇറങ്ങുന്നു എങ്കിൽ ഈ ഖുർആനായത്ത് ഓതിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ആ പരിശുദ്ധ ഖുർആൻ നമ്മളെ ശപിക്കുകയല്ലേ? എന്റെ പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ, ആലോചിച്ചു നോക്ക്. എന്താണ് നാം ചിന്തിക്കേണ്ടത്? എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? എങ്ങോട്ടാണ് നാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ചു നോക്ക്. പരിശുദ്ധ ഖുർആനാ പറയുന്നത് ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ. മഹാനായ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ലാസ്സില് മുസ്ലിങ്ങളായ ആളുകളും പങ്കെടുത്തിരുന്നു. അവർ ഒരു പദം പ്രയോഗിച്ചുകൊണ്ട് ഗാലിബായപ്പോൾ, അഗലബായപ്പോൾ, മികച്ചു നിന്നപ്പോൾ ആ പദം നിങ്ങൾ പ്രയോഗിക്കല്ല, നിങ്ങൾ ലാ തഖൂലൂ റാഇന വഖൂലൂ ഉൻദുർന എന്ന പദം പ്രയോഗിക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് നബിയുനാ വശഫീഉനാ റസൂലുള്ളാഹി തന്റെ സ്വഹാബത്തിനോട് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി ഖുർആനാണ് അല്ലാഹു ഇറക്കി കൊടുക്കുന്നത്. ആ ഖുർആനിൽ ഒരു പദത്തിന്റെ പേരിലെങ്കിലും മറ്റുള്ളവരോട് നിങ്ങൾ എതിരാവണം എന്നാണ് പറഞ്ഞത്. ഒരു പദത്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ അതിൽ ഒരുമിക്കാൻ പാടില്ല. അതേ സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കണം, സഹകരിക്കണം. അവർ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ, ഭക്ഷണമില്ലാതിരിക്കുമ്പോൾ അവൻ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ യഥാർത്ഥ മുഅ്മിനല്ല. അത് ആരാണെങ്കിലും കൊടുക്കണം. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളെ കൊണ്ട് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിൽ നമുക്ക് എടുത്തു പറഞ്ഞു തന്ന 12 മാസങ്ങളുണ്ട്. ആ 12 മാസങ്ങളുടെ തുടക്കം നമുക്കറിയാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് അതിന്റെ തർത്തീബ് പഠിപ്പിച്ചു തന്നു. സത്യം നമുക്കറിയാം. മുഹറം മാസം മുതലാണ് നമുക്ക് അറബി മാസം നാം മനസ്സിലാക്കുന്നത്. അതായത് അല്ലാഹുവിന്റെ റസൂൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്യുന്ന ഹിജ്റയുടെ വർഷമാണത്. അത് റബീഉൽ അവ്വൽ 12-നാണ് നടന്നത്. പക്ഷെങ്കിൽ ആ വർഷത്തിലുള്ള മുഹറം മാസത്തെ ഒന്നാക്കിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. യഥാർത്ഥത്തിൽ വിശ്വാസികളായ നമുക്ക് പുതുവർഷം എന്ന് പറയുന്ന തുടക്കം വരുന്നത് മുഹറം മാസത്തിലാണ്. മറിച്ചല്ല, വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ മാസത്തിന്റെ പ്രത്യേകത അവിടെയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെ എടുത്തു കാണിക്കുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ. അതുപോലെ തന്നെ മുഹറം മാസവും. ആ റബീഉൽ അവ്വലിന്റെ റബീഇലാണ് നാം ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തീരാൻ പോയിരിക്കാൻ അതിന്റെ അവസാന ഭാഗത്തു കൂടിയാണ്. ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ഇൻഷാ അല്ലാഹ് എന്റെ സംസാരത്തിന്റെ അവസാനം നമുക്കൊരു ഹദീസ് ഓതേണ്ടതുണ്ട്. അവിടെ അതും കൂടി നമുക്ക് അതിന്റെ കൂടെ ഓതിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഈ സംസാരം അവസാനിപ്പിക്കാൻ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആ റബീഇൽ വന്ന മുഹറം മാസത്തിന്റെ തുടക്കത്തിലൂടെയാണ്. ആ മുഹറം മാസത്തിലാണ് നമുക്ക് ഇതിനെ സംവിധാനിച്ചു തന്നിട്ടുള്ളത്. ആ മുഹറം മാസം തുടക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരുടെ
ത്യാഗപൂർണമായ ജീവിതങ്ങൾ നാം ആ മാസത്തിലൂടെ സ്മരിക്കുകയാണ്. മാത്രവുമല്ല, മുഹറം 9, 10 നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അതിന്റെ പ്രത്യേകത കാണിക്കാനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് ചില വ്യവസ്ഥകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിനെ അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്ക് അനുവാദമില്ല. നമ്മുടെ വിശ്വാസം അതിനെ അനുവദിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാ തഹ്ബീല ലിസുന്നത്തില്ല ലാ തബ്ദീല ലിസുന്നത്തില്ല. അള്ളാഹു പഠിപ്പിച്ചു തന്ന ചര്യകളും മാതൃകകള് അത് പരിശുദ്ധമായിരിക്കുന്ന 2 പെരുന്നാളുകൾ. ഇതിനെയൊന്നും മാറ്റം ചെയ്യാൻ ഇന്നേവരെ ആരെ കൊണ്ടും സാധ്യമല്ല, അത് സാധിക്കുകയുമില്ല. അതിലാണ് നാം കാലുറച്ചുകൊണ്ട് നടക്കേണ്ടത്. അതില്ലാതെ ഏതെങ്കിലും ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞതിൽപ്പെട്ട ആളുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിന്റെ പിന്നാലെ അണിനിരക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെടുകയാണ് എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നാം ആലോചിക്കേണ്ടത്. ഇങ്ങനെയുള്ളൊരു സംവിധാനമല്ല ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ നമുക്കുള്ളത്. ഒരു സകാത്ത് കൊടുക്കണമെങ്കിൽ മുഹറം മാസമാണ് നാം നോക്കേണ്ടത്, അറബി മാസമാണ്. ഒരു കുട്ടിയുടെ പ്രായം നോക്കണമെങ്കിൽ അത് മുഹറം മാസം, അതുപോലെ തന്നെ അറബി മാസമാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള എന്ത് വിഷയങ്ങളും നമ്മൾ നോക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അതിൻ്റെതായ വഴിയിൽ നാം സ്വീകരിക്കേണ്ടതും ഈ അറബി മാസ കണക്കിലാണ് എന്ന് പരിശുദ്ധ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും ഫുഖഹാന്റെ നിരീക്ഷണങ്ങളും മസ്അലകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കണം. അപ്പോൾ അതൊന്നും ഇല്ലാതെ അതിനൊക്കെ മറികടന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ദിവസം വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുക. നാം മനസ്സിലാക്കണം, തെറ്റിനു വേണ്ടി ഒരുമിച്ച് കൂടപ്പെടുമ്പോൾ അവിടെ നമ്മുടെ ഈമാൻ ചോർന്നു പോവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു തന്ന ശ്വാസം ശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്നത് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റൂഹ് പിടിക്കാൻ കാരണമാകുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇത് സ്നേഹസാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള ആ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് പറഞ്ഞു വരികയാണ്. കാരണം സ്നേഹമാണ് അതിന്റെ ഫ്രണ്ടിലുള്ളത്. അതുപോലെ തന്നെ അതിന്റെ വേഗം സാന്ത്വനമാണ്. അതിനു വേണ്ടിയിട്ട് ഇഖ്ലാസോടുകൂടെ ഇറങ്ങിയ ഒരു പറ്റം ആളുകളാണ് ഇതിലുള്ളത് എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം അവർക്ക് കിട്ടാവുന്ന പ്രതിഫലം എന്താണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിഷയം മാറി ദീർഘിപ്പിച്ചു പോവുകയല്ല, അതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഇഖ്ലാസ് നിറഞ്ഞ ഒന്ന് തന്നെയാണ്. കാരണം പരസ്പരം കാണാത്ത അങ്ങുമിങ്ങുമുള്ള പല ഭാഗങ്ങളിലുമുള്ള ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, സമാധാനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഇഖ്ലാസോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ആലോചിച്ച് നോക്കണം. വല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ഒരു പറ്റം ആളുകൾ. ആലോചിച്ച് നോക്കണം, ഒരു പറ്റം ആളുകൾ. ثم لا يتبعون ما أنفقوا منا ولا أذى, പിന്നെ അവർ ആ ചെലവഴിച്ചതിന്റെ ബാക്കിൽ ഒരു എടുത്തുപറച്ചിലോ ഒരു പൊങ്ങച്ചമോ അവർ ഉണ്ടാക്കുന്നില്ല. എന്നാൽ അവർക്ക് കിട്ടാവുന്ന പ്രതിഫലം എന്താണ്? പരിശുദ്ധ ഖുർആൻ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് കാര്യമായ പ്രതിഫലമുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കാനില്ല, അവർക്ക് ദുഃഖിക്കാനില്ല. എപ്പോൾ പേടിക്കാനില്ല? ഇവിടെയാണ് ആലോചിക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് പോവാനുള്ളൊരു സമയമുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നത് ആരാണ്? അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ലഈനാക്കപ്പെട്ട ശൈത്താൻ, ഇബ്ലീസുൽ ലഈൻ, നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് കാലിന്റെയും തലയുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് അവൻ ഉമ്മയായിട്ടും ഉപ്പയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ അഭിനയിച്ചുകൊണ്ട് നമ്മെ തെറ്റിപ്പിക്കുന്ന ഒരു ഘട്ടം നമുക്ക് വരാനിരിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമുക്ക് ആ സന്ദർഭത്തിൽ ആ ഖൗഫിന് പേടിക്കേണ്ടതില്ല. അത് കഴിഞ്ഞിട്ട് നമ്മെ കൊണ്ടുപോയി വെക്കുന്ന ഖബർ, അവിടെയും നമുക്ക് പേടിക്കേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, നാളെ മഹ്ശറിലേക്ക് വരുമ്പോൾ ഒരു ചാണകലത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ദുഃഖിക്കാനുമില്ല. ആ സുറാത്ത് പാലത്തിന്റെ അടുക്കലെത്തുമ്പോഴും ദുഃഖിക്കാനില്ല. അപ്പോൾ ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന പ്രതിഫലമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. അതിനോട് കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, ഇന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിമാറിക്കൊണ്ട് അങ്ങുമിങ്ങും പഴിചാരിക്കൊണ്ടും വിഭാഗീയതയുമായി പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും ഇല്ല എന്ന് പറഞ്ഞുകൂടാ. വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവൻ ബിദ്അത്തുകാരൻ, ഇവൻ ബിദ്അത്തുകാരനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ സമയം കണ്ടെത്തുന്നു.
അതിനൊക്കെയുള്ള അധികാരം നമുക്ക് എവിടുന്ന് കിട്ടി? അതല്ലല്ലോ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് അത് വലുതാക്കി കാണിച്ചുകൊണ്ട് രണ്ടറ്റം മാറി നിൽക്കലല്ല. ഇവിടെ ആരുടെയും കയ്യിലല്ല പരിശുദ്ധമായിരിക്കുന്ന അള്ളാഹുവിന്റെ സ്വർഗമുള്ളത്. വളരെ ചിന്തിക്കണം, ആലോചിച്ച് നോക്കൂ. ഞാൻ ചിന്ത വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സ് തുറക്കാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് വരികയാണ്. മഹാനായ ഇമാമുന ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന് വളരെ മോശം പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. കത്തി കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ വഫാത്തുണ്ടായപ്പോൾ, വിയോഗമുണ്ടായപ്പോൾ ഇമാം ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ വരുമോ? നിങ്ങൾ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വരുമോ? നിങ്ങൾ അദ്ദേഹത്തിന് കബറടക്കാൻ വേണ്ടി വരുമോ? ഹനഫി ഇമാം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മോശമായ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവാനും വേണ്ടി പറഞ്ഞു, ഞാൻ അതിനൊന്നും വരികയില്ല എന്ന്. നോക്കൂ, ആലോചിച്ചു നോക്കൂ. അപ്പോൾ അവിടെയുള്ള മറ്റുള്ള ആളുകൾ കൂടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹത്തെ ഖബറടക്കി അദ്ദേഹത്തിന്റെ ആ രാത്രിയിൽ ബഹുമാനപ്പെട്ട മഹാനായ ഒരു മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ മനുഷ്യനെ സ്വപ്നത്തിൽ കാണുകയാണ്. അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുമ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് അദ്ദേഹം സന്തോഷിച്ച് നടക്കുകയാണ്. അത്ഭുതത്തോടുകൂടി ഇമാമുന ഹനഫി തങ്ങൾ ചോദിച്ചു, അല്ല, നിനക്ക് എങ്ങനെയാണ് ഈ അനുഭൂതി കിട്ടിയത്? അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയായിരുന്നു, അള്ളാഹുവിന്റെ സ്വർഗം ഹനഫിയുടെ കയ്യിലല്ല. എന്നതുപോലെ നാം മനസ്സിലാക്കണം, എന്തെങ്കിലും ചെറിയൊരു വിഷയം എടുത്തിട്ട് അത് പിടിച്ചുകൊണ്ടിട്ട് അവര് നരകത്തിലാണ്, ഇവര് നരകത്തിലാണ്, അവര് മുഅ്മിനല്ല, അതല്ല വേണ്ടത്. ഇന്നത്തെ ഈ സാഹചര്യത്തില്, ഇന്നത്തെ ഈ ചുറ്റുപാടില് വളരെ ചിന്ത വികസിപ്പിച്ചുകൊണ്ട് തന്നെ ഐക്യത്തിന്റെ സന്ദേശം നമ്മൾ ഓരോ വ്യക്തികളിൽ നിന്നും നാം കാണിച്ചു കൊടുക്കേണ്ട സമയമാണ്. എന്നല്ലാതെ വിഭാഗ്യത ഉണ്ടാക്കുന്ന സമയമല്ല, അതിനുള്ള വേദിയുമല്ല. പക്ഷെങ്കിൽ ഈ ഐക്യ സന്ദേശം നിങ്ങളുടെ ഈ സ്നേഹ സാന്ത്വനം എന്ന ചാരിറ്റി ട്രസ്റ്റ് കാണിച്ചു തരേണ്ട ഒരു മാതൃകയുണ്ട് അതിൽ എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. എനിക്കറിയാം ഇതിലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ, അവരുടെയൊക്കെ പ്രവർത്തന രീതിയും അറിയാം. എപ്പോഴെങ്കിലും ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു വിഷയം ഞങ്ങൾ സംസാരിക്കാൻ മുതിരാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷവും അവരോടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മ നമ്മുടെ ദീനിയായിട്ടും നമ്മുടെ വിശ്വാസപരമായിട്ടും നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്ക് വരാം, നമ്മുടെ വിഷയം ഇതായിരുന്നല്ലോ, അതായത് പുതുവർഷ ആഘോഷത്തെ ദീൻ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ എന്നാണ്. ഞാനത് മനസ്സിലാവാനാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുമ്പിൽ വെച്ചത്. അപ്പോൾ നമുക്ക് ആചാരമായിട്ടും അനുഷ്ഠാനമായിട്ടും പറഞ്ഞു തന്നിട്ടുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ 2 പെരുന്നാളുകൾ അത് നമുക്ക് ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ഒരുമിക്കുക. ഇന്നല്ലാഹു വ മലായികതുഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. കൂട്ടമായിട്ടും അല്ലാതെയും അള്ളാഹുവിന്റെ മദ്ഹ് എന്ന് പറയുന്ന സദസ്സുകളും മറ്റും ധന്യമാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിക്കാം. പ്രശ്നങ്ങളൊന്നും അതിനില്ല. അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ദീനിയായിട്ടുള്ള, അതായത് വലീമ, നമ്മുടെ കല്യാണം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുമിച്ച് കൂടൽ, ഇതൊക്കെയും നമുക്ക് അനുവദനീയമാക്കി തന്നാണ്. അതേ സമയത്ത് ദീനിന് എതിരിൽ പ്രവർത്തിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കാര്യത്തെ കെട്ടിവെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഈ ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. 1, 2, 3, 10 കാര്യങ്ങളല്ല. നമുക്കറിയാം, നമ്മുടെ നാടുകളിലുള്ള കുട്ടികള് എവിടെയെങ്കിലും കോളേജിലോ മറ്റോ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികള് മറ്റുള്ള ഗേൾസ് ആൻഡ് ബോയ്സ് മിക്സ് ആയിട്ട് ഒരുപാട് കുട്ടികൾ പാർക്കിലേക്കും മറ്റും പോയിക്കൊണ്ട് അവരുടെ ടൈമിനെ അവിടെ വിനിയോഗിക്കുകയാണ്. എന്നിട്ടോ അവർ ദീൻ, അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതിന്റെ എതിരിൽ അവിടെ പ്രവർത്തിക്കുകയാണ്. അതിൽ ഇല്ലാത്ത കോലാഹലങ്ങളില്ല, ആവശ്യമില്ലാത്ത എന്തെല്ലോ. ഇവിടെ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ ഉപ്പ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കാശ് അത് കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിനിയോഗിച്ചു, ഇസ്രാഫ് നടത്തി. പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം ഒട്ടും അനുവദിക്കാത്തൊരു കാര്യമാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രായമെത്തിയ അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളുമായിട്ട് ഇടകലർന്നുകൊണ്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് അവരുടെ തുടക്കം തന്നെ അവർ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവർ ചിന്തിക്കുന്നുണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പോയി കിടക്കാനുള്ള ഖബറാണ് എന്നുള്ളത്? അവിടെ ചെല്ലുമ്പോഴല്ലേ അതിന്റെ വസ്തുത അറിയുകയുള്ളൂ. എന്നിട്ട് നാം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഓതുന്നു, എന്നിട്ട് നാം ഓതുന്നു ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, എന്നിട്ട് നാം ഓതുന്നു ലാ തഖൂലു റഅനാ വഖൂലു ദുർന
എങ്ങനെയാണ്, എവിടെയാണ് നമുക്ക് രക്ഷയുണ്ടാവുക? ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കും ശ്രദ്ധിക്കാനില്ലേ? അപ്പോൾ ഈ വരുന്ന ദിവസം അത് എവിടുന്നോ കെട്ടിപ്പടച്ചുണ്ടാക്കിയ ചില സംവിധാനങ്ങൾ, അതിന് ഈ തഹരീഫ് തബ്ദീൽ ചെയ്ത, അതായത് അള്ളാഹുവിന്റെ കുട്ടിയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ആളുകൾ, ഞാൻ പേരെടുത്ത് വിശദീകരിക്കേണ്ടതില്ല, അവരുണ്ടാക്കി കൂട്ടുന്ന ചില പ്രവർത്തനങ്ങൾ, കേക്കുകൾ കൊണ്ടുവയ്ക്കുക, അത് മുറിക്കുക, ഇവിടൊക്കെ മനസ്സിലാക്കണം, ഒരു പൊട്ടോ തെറിയോ പോലുള്ളതിനെ നമുക്ക് എതിർക്കപ്പെടുകയല്ല ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം എന്റെ വിശ്വാസത്തിന്റെ ഒരു മാർഗരേഖ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു, അതുങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന രിദ്ധത്തിലേക്ക് പോകാനുള്ള കാരണമാകും. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മയിലേക്ക് നാം ഒരുമിച്ച് കൂടുകയും അതിനോട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകുന്നു എന്ന് നാം ബോധപൂർവം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളിലും മറ്റുമൊക്കെ ജീവിക്കുന്ന സമയത്ത് ബാച്ചിലറായിട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെയധികം എളിമയോടുകൂടെ പറയുകയാണ്, അവിടെ റൂമിൽ കൊണ്ടുവച്ചുകൊണ്ട് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആട്ടും തോപ്പും ഉണ്ടായിട്ട് നമ്മുടെ സമയത്തെ നാം നഷ്ടപ്പെടുത്തുക, നമ്മുടെ അള്ളാഹു തന്നിട്ടുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്തുക. നാം ചിന്തിച്ചിട്ടുണ്ടോ? അൽഹാകുമുത്ത തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ മഖബറയിലേക്ക്, ആ ഖബറിലേക്ക് എത്തുന്നത് വരെയാണ് നമ്മുടെ ഈ കോലം കെട്ടലുകളും ഈ കൂട്ടായ്മയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് അങ്ങ് എത്തിപ്പെട്ടാൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹ് പറഞ്ഞു, ഈ ആയത്തിന്റെ അവസാനം നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നിന്റെ പിതാവ് ഗൾഫിൽ വെച്ച്, അല്ലെങ്കിൽ നീ ഗൾഫിൽ വെച്ചുകൊണ്ട് വിയർപ്പൊലിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ സമ്പത്തിനെ നീ എന്തിനു ചെലവഴിച്ചു? അനാവശ്യമായിട്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് പറഞ്ഞ വിഭാഗക്കാർ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു ആഘോഷം എന്നതിലേക്ക് നീ കാലെടുത്ത് വെച്ചുകൊണ്ട് നീ ഉണ്ടാക്കിയ ഹലാലായ കാശിനെ ഹറാമിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നീ ഉപയോഗിച്ചെങ്കിൽ അള്ളാഹു നാളെ അത് ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരുന്നതിന് ശക്തമായ ഭാഷയിൽ നമുക്ക് താക്കീത് തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. അത് നീ എവിടെയോ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ദിവസത്തിന് വേണ്ടി നീ അതിൽ ഒരുമിക്കുകയാണ്. അപ്പോഴും നിന്നോട് ചോദ്യം ചെയ്യപ്പെടും. നാളെ ആഖിറത്തിൽ നിന്റെ കാലങ്ങോട്ട് എടുത്തു വെക്കാൻ സാധിക്കുകയില്ല. അവിടെ നിന്ന് മാത്രമല്ല, ഖബറിലേക്ക് എത്തുമ്പോഴും അതിന്റെ പ്രയാസം എന്താണെന്ന് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും ഒരൊറ്റ ദിവസം കൊണ്ട്. അതുപോലെ തന്നെ ആ അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന രീതി, അത് മാത്രമല്ല അള്ളാഹു അംഗീകരിക്കാത്ത, അള്ളാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ചു തരാത്ത, ജനങ്ങളെ ഇളക്കി മറിക്കുന്ന വികാരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡാൻസുകൾ ആടുകയും പാടുകയും ഉപ്പുകയും ചെയ്തുകൊണ്ട്. ഇതാണോ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ വക്താക്കളായ നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടത്? ഒരിക്കലും നമുക്ക് അത് ആലോചിക്കാൻ വരെ പറ്റാത്ത ഒരു വസ്തുതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ചിന്തിക്കണം, വളരെ മനസ്സിലാക്കണം, വളരെ ആഴത്തിൽ ഇറങ്ങിക്കൊണ്ട് ചിന്തിക്കണം. അതുകൊണ്ട് എന്റെ വോയിസ് കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവർ ചിന്തിക്കുക. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ രാത്രി മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം തന്നെ വീട്ടിലിരിക്കണം എന്നുള്ള ഒരു അറിയിപ്പ് അവർക്ക് കൊടുക്കുകയും അവരെ ഇരുത്തുകയും ചെയ്യുക. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും 10ാം തരത്തിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അതല്ല അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന കുട്ടിയാണെങ്കിലും ആ ഒരു ദിവസം വേണ്ട എന്നുള്ള ഒരു പ്രതിജ്ഞ നാം എടുക്കണം. ആ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവർക്ക് നല്ല ബോധം കൊടുക്കാൻ നാം തയ്യാറാവണം. അങ്ങനെ തയ്യാറാവാതെ ഈ വരുന്നതിലൂടെ നാം പോയിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കണം, മൻ തശബ്ബഹ ബിഖൗമിൻ ഫമിൻഹു എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതോ സമൂഹം ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അവരൊക്കെ പാടെ കൂടിയുണ്ടാക്കുന്നതിന്റെ കൂടെ കൂടിയിട്ട് അവിടെ ആവശ്യമില്ലാത്ത സംവിധാനങ്ങളിലേക്ക് നാം കാലെടുത്തു വെക്കുകയും നാം അതിൽ മിങ്കിളിയാവുകയും ചെയ്യുമ്പോൾ നാം അതിൽ പെട്ടവരായി പോകുന്നു എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ ഇപ്പൊ എന്തായുള്ളത്? പുതിയ ജനറേഷൻ അല്ലേ എന്ന് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ആശയാദർശ മൂല്യങ്ങളെ കുറച്ച് കാണിക്കലായി പോകും. നമ്മുടെ ഈമാൻ ചോർന്നു പോകും. ഞാൻ ആദ്യവും അവസാനമായിട്ട് എന്റെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് അഷ്ഹദു അല്ലാ
ബില്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ വിശ്വാസത്തിന്റെ സാക്ഷീകാരത്തിൽ നിൽക്കുന്നു എങ്കിൽ അയ്യുബയ്യന ലിഗൈരിഹി, മറ്റുള്ളവർക്ക് നാം അത് വ്യക്തമാക്കി കൊടുക്കണം. മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കൂട്ടായ്മകളും സംവിധാനങ്ങളും ആഘോഷങ്ങളും വരുമ്പോൾ എനിക്കതെടുക്കാൻ പാടില്ല, എന്റെ വിശ്വാസം അതിനെ അംഗീകരിക്കുന്നില്ല, അത് കണ്ടുകൊണ്ട് മറ്റുള്ളവനും ബോധോദയം ഉണ്ടാവണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇല്ല കമ്പത്തും മറ്റും ഇസ്റാഫായിട്ട് ചെലവഴിക്കപ്പെടുമ്പോൾ ഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, പരിശുദ്ധ ഖുർആൻ, അവരാണ് അല്ലാഹുവിന്റെ നല്ല അടിമകൾ എന്ന് പറഞ്ഞു. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഏതെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, യുവാക്കൾ മനസ്സിലാക്കുക, ബാച്ചിലറായി ജീവിക്കുന്നവർ മനസ്സിലാക്കുക. അവർ പറയുകയാണ്, ഇങ്ങോട്ട് വാ, ഇന്ന് നമുക്ക് അവിടെ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാം, നമുക്കൊന്നൊന്ന് കൂടാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ഈ വാക്ക് മനസ്സിലാക്കുക. വൈദാ ഖാതബഹും ജാഹിലൂന ഖാലൂ സലാം. ഓരോട് പറയാം, നമുക്കിന്ന് പറ്റില്ല, ഒഴിവാണ് എന്ന് പറയാനുള്ള മാനസികാവസ്ഥയും ഇസ്ലാമികമായും ഈമാനികമായിട്ടുമുള്ള അചഞ്ചലതയും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് നാം നമ്മുടെ ചലനങ്ങൾ നല്ല നിലക്കാവുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കറിയാം എത്രയോ അപകടങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം രോഗങ്ങളാണ്. നമുക്ക് അറിയാത്തൊരു രോഗം വന്നാൽ നാം ബേജാറാവുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ വരുന്നു, അയൽവക്കത്ത് വരുന്നു, എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നാം ചിന്തിക്കുന്നില്ല. വീണ്ടും എടുത്തു പറയുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നാം നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അന്ന് കൂടുതൽ ഉപയോഗിക്കുന്നതും കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്കറിയാലോ. ഏതായിരുന്നു, എവിടെയാണ്, ഏത് ജില്ലയിലാണ്, ആരാണത് ഉപയോഗിച്ചത്? നമ്മുടെ പേരുള്ള ആളുകളായിരുന്നു. ഖുർആൻ പറഞ്ഞു നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അത് ശൈത്താന്റെ അമലിൽപ്പെട്ടതാണ്. ഖംറും മൈസിറും അൻസാബും അസ്ലാമും ഒക്കെ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, ഫജ്തനിബൂഹു, അതിനെ നിങ്ങൾ ദൂരീകരിക്കണം, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. നമുക്ക് വിജയികളാവണമെങ്കിൽ അത് നാം ഒഴിവാക്കണം. പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അതാണ് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് മുഫ്ലിഹീങ്ങൾ. മാത്രവുമല്ല, ഈ ഫലാഹ് എന്നുള്ള പദം ഒരു ദിവസം നമുക്ക് 5 നേരം നമ്മുടെ പള്ളികളിൽ നിന്ന് നമ്മൾ വിളിച്ചു കേൾപ്പിക്കുകയാണ്. ഹയ്യ അലൽ ഫലാഹ്. ഈ ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളി കേൾക്കുമ്പോഴായിരിക്കും നാം ഇങ്ങനെയുള്ള കൂട്ടായ്മ ചെയ്തുകൊണ്ട് ആടുകയും പാടുകയും അതുപോലെ തന്നെ മദ്യലഹരിയിൽ ആസ്വദിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ദിവസത്തിന്റെ അതില്. അപ്പോൾ ഈ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞ അതിന്റെ ബന്ധം മനസ്സിലാക്കിക്കോ. ഒന്ന് അള്ളാഹുവിന്റെ വിളിയാളമാണ്, അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ്. ഹയ്യ അലൽ ഫലാഹ്, അതിനെ നമ്മൾ ധിക്കരിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, നമ്മുടെ മുഅ്മിനീങ്ങളുടെ വിശേഷണം പറഞ്ഞ ആ ഫലാഹിൽ നമ്മൾ പുറത്തുപോയി. പിന്നെയോ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു, ഈ പറഞ്ഞ വിഷയം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എവിടേക്കാണ് എത്തിപ്പോകുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അല്ലാഹു പറയുന്നു, ഇന്നമാ യുരീദു ശൈത്വാനു യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ദേഷ്യവും ശത്രുതയും ഉണ്ടാക്കാൻ അവൻ ഒരുങ്ങിയാണ്. പിശാച് അതിനൊരുങ്ങിയാണ്. ഫിൽ ഖംറി വൽ മൈസരി വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്ന തൊട്ട് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. വഅനിസ്സലാഹ്, അന്നത്തെ ദിവസം നിസ്കാരമില്ല, പിറ്റേന്ന് നിസ്കാരമില്ല. നിസ്കാരങ്ങളെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് ഒരു രീതിയിലേക്ക് നാം അകപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങൾ മുഴുവനും പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ആദർശ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്ലാമിസ്റ്റാണ് ഞാൻ അവകാശപ്പെടുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കതിന് മറുപടി കണ്ടെത്താൻ സാധിക്കും. എന്റെ പ്രിയമുള്ളവരെ, വളരെ കുറഞ്ഞ വാക്കുകളെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളൂ, കൂടുതൽ സംസാരിച്ചു നീട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ എളിമയോടുകൂടി താഴ്മയോടുകൂടി നിങ്ങളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പുകാർ സംഘടിപ്പിച്ച ഈ ഒരു പരിപാടി ഏറ്റവും നല്ല പരിപാടിയാണ്. അള്ളാഹു ഇങ്ങനെയുള്ള ദീനീ ബോധങ്ങളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഉള്ള സംവിധാനങ്ങളും അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകളും ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് പരിശുദ്ധമായ റബീഉൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മാസമാണ്. ഈ മാസത്തിൽ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ പറയലുകൊണ്ടും പ്രവാചക ചരിതങ്ങൾ പറയലുകൊണ്ടും നാം ഉദ്ദേശിക്കുന്നത് മറ്റുള്ള
അമലുകളെ കൊണ്ട് നാം ഒന്നും കൂടി പ്രവാചകനെ മനസ്സിലാക്കുകയാണ്. ആ പ്രവാചകന്റെ ചര്യ മനസ്സിലാക്കുകയാണ്. ആ പ്രവാചകനിൽ നമുക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ ഉസ്വത്തുൻ ഹസനയെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയും ആ ഓർമ്മപ്പെടുത്തൽ വ്യാപിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല രീതി, നല്ല ഒരു വശം ഇതിന്റെ ഉള്ളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ആ പ്രവാചകനോടുള്ള മഹബത്താണ് നാം പുലർത്തേണ്ടിയിരിക്കുന്നത്. ആ പ്രവാചക മഹബത്ത് പുലർത്താനുള്ള ടൈം നമുക്ക് ഈ ഒരു മാസമെന്നല്ല, എല്ലായ്പ്പോഴും അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ആ പ്രവാചകനോടുള്ള അനുകരണയാണ് നമ്മൾ അതിൽ വേണ്ടത്. ആ അനുകരണം, പ്രവാചകനോടുള്ള അനുകരണം നമ്മൾ കൊണ്ടുവരേണ്ടത് ഒന്ന് നമ്മുടെ ഇബാദത്തുകളില്, നമ്മുടെ മറ്റുള്ള ഇടപാടുകളിൽ എന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. നമ്മൾ ഇത് നല്ല കൂട്ടായ്മയാണ്, പറഞ്ഞാൽ അത് സ്വീകരിക്കണം, പറഞ്ഞാൽ അത് വാക്കുപാലിക്കണം. അതൊക്കെയായിരുന്നല്ലോ പ്രവാചകന് പഠിപ്പിച്ചത്. ആ വശത്തിലേക്കാണ് നാം തിരിയേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ്, ഞാൻ എന്റെ വാക്കുകൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഒന്നുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന ആഘോഷങ്ങളും മറ്റും നമുക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന ആഘോഷമല്ല. ലാ തബ്ദീല ലിസുന്നത്തില്ല, ലാ തഹ്വീല ലിസുന്നത്തില്ല. അല്ലാഹു പഠിപ്പിച്ചു തന്ന ചര്യ, അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ സുന്നത്ത്, അതിന് മാറ്റമില്ല. ആ മാറ്റമുണ്ട് എന്ന് പറഞ്ഞത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൻ പറഞ്ഞ ഗൈറൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, ആ ളാലിങ്ങളുടെയും ആ ദേഷ്യം വെക്കപ്പെട്ടവരുടെയും വഴിയാണിത്. അത് സുന്നത്ത് അല്ലതാനും. അപ്പൊ ആ സുന്നത്ത് അല്ലാത്ത സുന്നത്തിലേക്ക്, ഒരു വഴിയിലേക്കുള്ള കാലുവെപ്പോ അതിലുള്ള കൂട്ടായ്മയോ അതിലുള്ള സഹകരണമോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും അതിന് കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിങ്ങൾ മുമ്പിൽ വെക്കുന്നതോടൊപ്പം റബീ ആയതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എന്നോട് അപേക്ഷിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് ഞാൻ ഓതട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. അതിനുശേഷം 1-2 ബൈത്തുകളും ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ചെറിയ തോതിലൊരു ദുആ ഞാൻ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي شرف الأنام بصاحب المقام العالي وكمل السعود بأكرم مولود حبا شرفا وفضلا وشرف به الآباء والجدود وملأ الوجود بجوده عدلا. حملته أمه آمنة رضي الله تعالى عنها فلم تجد لحمله ألما ولا ثقلا، ووضعته صلى الله عليه وسلم مختونا مكحولا في خلع الوقار والمهابة يجلا. وولد نبينا محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى، بنور كالشمس بل هو أضوى وأحلى، وثغر فاك ضرا ولؤلؤا بل هو أعلى وأغلى. وأسري به ليلة الإسراء وتمله، وجعل دينه على الدوام مستعليا لا مستعلا، وذكره على ممر الأيام يقرر ويتله. أشرقت لمولده الحنادس شرقا وغربا وبعرا وسهلا، وخرت لمولده الأسنام من على المجالس خضوعا وذلا، وارتجس إيوان كسرى وهو جالس فعجم القوم نطقا وعقله، وخمدت نار فارس وتبدد ملكهم جمعا وشمله، وزخرفت الجنان ليلة مولده وطلع الحق وتتله، ونادت الكائنات من جميع الجهات أهلا وسهلا ثم أهلا وسهلا. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. بشهر ربيع قد بدا نوره الأعلى، فيا حبذا بدر بذاك الحمى يجلى، أنارت به الأكوان شرقا ومغربا، وأهل السماء قالوا له مرحبا أهلا، وألبس ثوب النور عزا ورفعة، فما مثله في خلعة الحسن يستجلى، فلما رآه البدر حار لحسنه، وشاهد منه بهجة تسلب العقلا، وأطفئ نور الشمس من نور وجهه، فلله ما أبهى ولله ما أحلى،
صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية يا مولد المختار جدت شوقنا إلى خير مبعوث جليل هبى الفضلا وسعدا مقيما بافتخار بمولدي له خابر عن حسنه أبدا يتلى سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به الشملا عليه صلاة الله ما هبت الصبا وما صار حاد بالنياق إلى المعلا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ബഹുമാനമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഉള്ള ഒരു ഹദീസും ആ റസൂലുള്ളാഹിയുടെ മേലുള്ള ചില ബൈത്തുകളുടെ മദ്ഹുകളുമാണ് നാം ഇവിടെ പറഞ്ഞത്. നമുക്കത് ഒരുമിച്ച് ചൊല്ലാം. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ നമുക്ക് സ്വലാത്ത് ചൊല്ലാം. ഇൻഷാ അള്ളാഹ് നാം പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. സജീർ എന്ന് പറയുന്ന സഹോദരനും റസാഖ് ഭായ് എന്ന് പറയുന്ന സഹോദരനും അതിനപ്പുറത്ത് ഇതിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അബൂഫിദ ഉസ്താദ്, അതുപോലെ തന്നെ നേരിട്ടില്ലെങ്കിലും ഇതിലൂടെ ബോർഡിൽ കണ്ട പേരുകളിൽ അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമത്തെ സ്വീകരിക്കട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് വിയോഗിതരായിട്ടുള്ള നമ്മുടെ ദീനിന് കാവൽക്കാരായി നിന്നിരുന്ന പണ്ഡിതന്മാർ, നമ്മുടെ വേണ്ടപ്പെട്ട പിതാക്കന്മാര്, അതുപോലെ ഉമ്മമാര്, അതുപോലെ തന്നെ കൂട്ടുകുടുംബാദികള്, അവരുടെയൊക്കെ ഖബറിനെ അല്ലാഹു മഗ്ഫിറത്ത് കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ. നമ്മയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുകൊണ്ടെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന പരിശുദ്ധമായ സ്വർഗം പുൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഖബറിൽ കിടക്കുന്ന സമയത്ത് മലക്കുകളുടെ ചോദ്യോത്തര വേളയിൽ വളരെ എളുപ്പത്തിൽ ജവാബ് കൊടുക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കിതാബ് വലം കയ്യിൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ മേടിച്ച് കുടിക്കാൻ നമുക്ക് എല്ലാവർക്കും, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ ഇടിമിന്ന് വേഗതയിൽ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അൻജിനാ വൻജി അഹാലിനാ മിൻ കൈദി ശൈത്വാനിൻ സക്കറാത്തിൽ മൗത്ത് യാ അർഹമർ റഹീമീൻ. اللهم انظر إلينا نظرة بعين الله ولا فعما مضى بالتوفيق لما تحبه وترضى. اللهم وجهنا إلى خير وجه الخير إلينا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് എല്ലാവരെയും മനസ്സിൽ കാണുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദുആയിൽ ഞാൻ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തും എന്ന വാക്കുകൾ തന്നുകൊണ്ട് വീണ്ടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.